നമസ്കാരം. പീതാംബരം വന്നോ? അദ്ദേഹം ഉടനെ എത്തും. വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വന്നാട്ടെ. രാവുണ്ണിയാള് വീരൻ തന്നെ. ഏതോ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണത്രേ. ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുകയാണെന്നാ പറഞ്ഞേ. ആശാൻ അടിയറവ് പറഞ്ഞു. താത്തേക്ക് ഇറങ്ങി. മിസ്റ്റർ പീതാംബരന്റെ ഏർപ്പാടുകളെല്ലാം ഭംഗിയായി. ഞാൻ നിൽക്കുന്നില്ല, ഇന്ന് തന്നെ അങ്ങ് എത്തണം. അപ്പൊ നാളെ ഞാൻ വന്ന് കാണാം. ആയിക്കോട്ടെ. മിസ്റ്റർ പീതാംബരൻ, ആ കുട്ടിക്ക് ഇന്ന് തന്നെ ഹോസ്റ്റലിൽ പോകാൻ പറ്റില്ലെന്നാ പറയുന്നത്. നാളെ വിട്ടാ മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആശാൻ പോണം. രാവുണ്ണി എപ്പോഴാ വരുമെന്ന് പറഞ്ഞത്? വെളുപ്പിന് അന്ന് കൊണ്ടുപോക്കോളാന്നാ പറഞ്ഞത്. കാശൊക്കെ നേരത്തെ കൊടുത്തോ? ഇതെന്നെ ഏൽപ്പിച്ച കാര്യമല്ലേ. ഒരു പരാതിയും വരാതെ ഇടപാട് കഴിഞ്ഞ് കണക്കും ബാക്കിയും ഞാൻ സാറിനെ ഏൽപ്പിച്ചോളാം. പിന്നെ വെറുതെ സമയം കളയണോ? നീ എന്നെ ചീത്തയാക്കി അടങ്ങും. ഏതായാലും സാറ് കാശ് മുടക്കിയതാ. വെളുക്കുന്നത് വരെ സമയമുണ്ട്. പാർട്ടി പുതിയതാ, ഇതുവരെ നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടും ഇല്ല. ഓഹോ, അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. ശരി. ആശാൻ ഇടപെട്ടില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടും കൊടുക്കേണ്ടതും കാണേണ്ടതും ഒക്കെ ഞാൻ ഏറ്റു. സംഗതി ആത്മഹത്യയായിരിക്കണം. പെൺകുട്ടി ഏതാണെന്ന കാര്യം പുറത്തറിയരുത്. നമുക്ക് രണ്ടുപേർക്കും ആപത്താണ്. ശരി, അതെ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, നമസ്കാരം സർ. കോൺട്രാക്ടർ പീതാംബരന്റെ വീട്ടിൽ നിന്നാ രാധയാ സംസാരിക്കുന്നത്. അതെ, ആ പെൺകുട്ടി പീതാംബരൻ മുതലാളിയുടെ മകള് തന്നെ. കൊന്നത് ആ കുട്ടിയുടെ സ്വന്തം അച്ഛനും. ഉന്നതരായ മറ്റൊരാൾ കൂടി ഇടപെട്ടാണ് സംഭവം. അതുകൊണ്ട് കൊലപാതകവും ആത്മഹത്യയും പെൺകുട്ടി അജ്ഞാതയുമാക്കാനുള്ള നീക്കങ്ങളാണ്. നടപടികൾ എടുത്തുന്നോ? എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുന്നു. അയച്ചു കഴിഞ്ഞോ? ഫോൺ ചെയ്തു. മന്ത്രിക്ക് പോലും വഴങ്ങാത്ത ആ ഐജിക്ക് പറഞ്ഞത് ഈ കേസിന്റെ കാര്യം തന്നെ. ഏത് കേസ്? ഏത് കേസെന്ന് നിങ്ങൾക്കറിയില്ലേ? ഓ, എങ്ങനെ ഓർക്കാനാണ്? ദിവസവും എത്രയോ കേസുകളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും സ്വന്തം മകളല്ലേ. അലർന്ന എന്തിന്? പെൺകുട്ടികളുടെ ശരീരം ഉപയോഗപ്പെടുത്തി പെർമിറ്റും ലൈസൻസും കോൺട്രാക്റ്റും പണവും പ്രതാപവും നേടി നിങ്ങൾക്ക് ദൈവം തന്ന ശിക്ഷയാണിത്. സ്വന്തം മകളെ കാര്യസാധ്യത്തിനായി മറ്റൊരാളിന്റെ കിടക്കറയിലേക്ക് പറഞ്ഞുവിടാൻ
നിങ്ങൾക്ക് തന്നെ ഇടയായല്ലോ. ആരെയും എന്തും ചെയ്യാനും മടിക്കാത്ത ഒരു ഭയങ്കര ക്രിമിനലാണ് നിങ്ങളെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളെ നിയമത്തിന്റെ മുമ്പിൽ നിർത്തി ശിക്ഷിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. എന്നാൽ ഞാനും ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. You are under arrest. രാധയെ കണ്ട് മാപ്പ് പറയാൻ എനിക്കിതുവരെ സാധിച്ചില്ല. ഞാൻ രാധയോട് പൊറുക്കാനാകാത്ത അപരാധം ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൈവശിക്ഷ എന്നോണം എന്റെ പേരിൽ സസ്പെൻഷനും അന്വേഷണവും വന്നു. അതെന്റെ കണ്ണ് തുറന്നു. ഞാൻ മനം നൊന്ത് ഈശ്വരനോട് മാപ്പിന് അപേക്ഷിച്ചു. ഉദ്യോഗത്തിൽ തിരിച്ചു കയറിയപ്പോൾ നീ പറഞ്ഞ വാക്കുകളാണ് എന്റെ ഓർമ്മയിൽ മാറാതെ നിന്നത്. സാധുക്കളെ രക്ഷിക്കേണ്ട നിങ്ങളാണോ എന്ന് നീ അന്ന് കരഞ്ഞു പറഞ്ഞ വാക്കുകൾ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. പിന്നെ അതാണ് ഇന്നുവരെ എന്നെ നയിക്കുന്നത്. നീ എനിക്ക് മാപ്പ് തരും. നടക്ക. എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് സാർ വന്നതെന്ന് തോന്നുന്നു. മേലുദ്യോഗസ്ഥന്മാരോട് സംസാരിക്കണമെങ്കിൽ ഇവിടുന്ന് ഫോൺ ചെയ്യാം. എനിക്കിപ്പോ ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. തന്റെ സ്വാധീനത്തിനും പണത്തിനും അപ്പുറത്ത് ഒരു ശക്തിയുള്ള കാര്യം മറക്കരുത്. ആ TV വാച്ചറെയും പെൺകുട്ടിയെയും കൊണ്ടുവന്ന ബ്രോക്കറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷമാണ് തന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നത്. നിയമം അനുവദിക്കുന്ന എല്ലാ നടപടികളും നിങ്ങൾക്ക് സ്വീകരിക്കാം. അത് പിന്നെ നൗ യു ആർ അണ്ടർ അറസ്റ്റ്. നടക്ക്. രാധേ, ഇല്ല, ഞാനെന്നെ തൊടാൻ പോലും അർഹയല്ല. നീ അങ്ങനെ പറയരുത്. ഒന്നും നിന്റെ കുറ്റം കൊണ്ടല്ല. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. നിന്നെ സ്വീകരിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. നിന്നെ ഇവിടെ ഒന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ വന്നത്. പാടില്ല, ഒരിക്കലും പാടില്ല. അങ്ങ് വരരുതായിരുന്നു, എന്നെ കാണരുതായിരുന്നു. അതൊക്കെ ഞാനും ആലോചിച്ചതാണ്. നീ ഇല്ലാതെ എന്റെ മനസ്സിൽ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ വേണം. നീ ഇല്ലെങ്കിൽ എനിക്കൊരിക്കലും ജീവിക്കാനൊക്കില്ല. എന്നെപ്പറ്റിയും എന്റെ ജീവിതത്തെപ്പറ്റിയും എല്ലാം അറിഞ്ഞിട്ടും എന്നെ വേണമെന്നും എന്നെ സ്നേഹിക്കാമെന്നും തോന്നിയത് എന്റെ ഭാഗ്യമാണ്. ഒരു വേശ്യയ്ക്കും ഇതുപോലൊരു ഭാഗ്യമുണ്ടാവില്ല. പക്ഷേ അങ്ങയുടെ നല്ല മനസ്സിനെ മുതലെടുത്ത് എന്റെ കളങ്കം മറച്ചു വയ്ക്കാൻ ഞാൻ തയ്യാറല്ല. ദയവ് ചെയ്ത് എന്നെ മറക്കൂ. ഒരു നല്ല പെൺകുട്ടിയെ വിവാഹം ചെയ്ത് സന്തോഷമായി ജീവിക്കൂ. ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്ക് നീ കൂടെ വേണം. ഞാൻ കൂടെയുള്ള ജീവിതം അങ്ങേക്ക് നരകമായിരിക്കും. സമൂഹവും നാട്ടുകാരും ഒരിക്കൽ വേശ്യയായി ഒരുത്തിയെ
പിന്നീട് മാന്യതയോട് അംഗീകരിക്കില്ല. ഒരു വേശ്യയെ സ്വീകരിക്കുന്ന പുരുഷന്റെ ത്യാഗവും മറ്റുള്ളവർ അംഗീകരിക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയോ അല്ല ഞാൻ നിന്നെ സ്വീകരിക്കുന്നത്. എനിക്ക് വേണ്ടിയാണ്, എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്, എന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്. വരൂ, മറുത്തൊരു മറുപടി എനിക്ക് ആവശ്യമില്ല. നിന്നെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ശരി, ഞാനിപ്പോ വരാം. രാധി, രാധി, രാധി.